നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മഞ്ചേശ്വരം വലിയ ചർച്ചയായ പശ്ചാത്തലത്തിൽ മഞ്ചേശ്വരത്തിന് തൊട്ടടുത്തുള്ള കാസർഗോഡ് മണ്ഡലത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാസർഗോഡ് മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള നിയമസഭയുടെ സിറ്റിംഗ് സീറ്റാണ്. അവരുടെ എന്നെ നെല്ലിക്കുന്നെന്ന സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ 3 തവണ വിജയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം കല്ലട്ര മാഹിനാജി എന്ന അവരുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, ജില്ലാ പ്രസിഡന്റിനെ തന്നെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് കഴിഞ്ഞ 3 തവണയും വന്നിട്ടുള്ളത് BJP ആണ്. BJPക്ക് നല്ലൊരു വോട്ട് ഷെയർ കാസർഗോഡ് മണ്ഡലത്തിലുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റായ ML അശ്വിനിയെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യമാണ്. അവസാന നിമിഷം സ്ഥാനാർത്ഥിത്വവുമായി രംഗത്ത് വന്ന ഷാനവാസ് പാദൂർ എന്ന കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയെ പറ്റിയാണ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 3 തവണയും നമ്മൾ പരിശോധിക്കുമ്പോൾ LDFിൻ്റെ സ്ഥാനം എന്നുള്ളത് 3ാം സ്ഥാനമാണ്. BJPയുമായും UDFുമായും വളരെ വലിയ വോട്ട് വ്യത്യാസം LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ ഷാനവാസ് പാദൂറിനെ പോലെയുള്ള ഒരു യുവാവ് സ്ഥാനാർത്ഥിയായി വരുന്നതിൻ്റെ സാഹചര്യം ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 2ാം സ്ഥാനത്ത് BJP ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്ന ഒരേ ഒരു കാര്യം, BJP വരുന്നു, BJP ആണ് 2ാം സ്ഥാനത്ത്, അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നാണ്. അതായത് കഴിഞ്ഞ 5 വർഷത്തെ MLAയുടെ പെർഫോമൻസോ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന വികസനങ്ങളോ സർക്കാരിൻ്റെ പദ്ധതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ചർച്ചയാവാറില്ല. കാസർഗോഡും മഞ്ചേശ്വരവും 2 മണ്ഡലങ്ങളിലും എല്ലാ സമയത്തും കേവലം ഒരു BJP എന്നുള്ള അജണ്ടയിൽ മാത്രം ചുരുങ്ങുന്ന മണ്ഡലങ്ങളാണ്. അവിടെയുള്ള വികസന കാഴ്ചപ്പാടുകൾ, പിന്നോക്കാവസ്ഥ, അത് പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതികൾ, നിലവിലുള്ള MLAയുടെ നിയമസഭയിലെ പെർഫോമൻസ്, ഫണ്ട് വിഹിതത്തിലെ കാര്യങ്ങൾ, ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും ചർച്ചയാവാറേയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേവലം ഒരു BJP എന്നുള്ള പ്രചരണം കൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു BJP എന്നുള്ള ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതുകൊണ്ട് കാസർഗോഡ് മണ്ഡലത്തിലെ അടിസ്ഥാനപരമായ വികസന വിഷയങ്ങൾ ചർച്ചയാവാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഷാനവാസ് പാദൂറിനെ പോലെയുള്ള നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്ത ചരിത്രമുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഷാനവാസ് പാദൂറിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുന്നതിന് പകരം കാസർഗോഡ് മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥിയായത്. നിലവിലുള്ള സാഹചര്യത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ അട്ടിമറികൾ പോലും സാധ്യമാകുന്ന രീതിയിലാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിലവിലുള്ള കഴിഞ്ഞകാല UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, UDFിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മണ്ഡലവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിഷയങ്ങൾ, ഇതൊക്കെയാണ് നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ മറ്റുള്ള BJP എന്നുള്ള കേവലം അജണ്ടകൾ ചുരുക്കുന്ന ഒരവസ്ഥ ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ ഷാനവാസ് പാദൂറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള ഒരു ജനസമൂഹം, അവിടുത്തെ ഒരു വ്യത്യസ്തമായ തരം സാഹചര്യം ഇപ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഷാനവാസ് പാദൂറിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തിലെ പെർഫോമൻസും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും അദ്ദേഹത്തെ പിന്തുണക്കുന്ന വലിയൊരു യുവസമൂഹം കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാസർഗോഡ് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പിന്തുണ ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ ഷാനവാസ് പാദൂർ എന്ന LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
കാസർഗോഡ് മണ്ഡലം ഇപ്രാവശ്യം വളരെ വലിയ മാറ്റങ്ങൾക്കും ശക്തമായ പോരാട്ടങ്ങൾക്കും സാക്ഷിയാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാര്യങ്ങൾ വളരെ വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഇപ്രാവശ്യം കേവലം ഒരു BJP ഭയമുണ്ടാക്കി അത് വോട്ട് നേടുന്ന ഒരു അജണ്ടകൾ സെറ്റ് ചെയ്ത് അതിൽ നിന്നും പരമാവധി മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അടക്കം വോട്ടുകൾ നേടി വിജയിക്കുക എന്ന പരമ്പരാഗതമായ UDF ശൈലി ഇപ്രാവശ്യം വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, ജില്ലയുമായി ബന്ധപ്പെട്ട വികസന വിഷയങ്ങളും കാസർഗോഡ് മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന വിഷയങ്ങളും വികസന കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും കാസർഗോഡ് മണ്ഡലത്തിലെ യുവതലമുറ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പ്രചരണങ്ങളാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷാനവാസ് പാദൂറിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കി തരുന്നത്. ഏതായാലും കടുത്ത മത്സരം തന്നെ, ചിലപ്പോൾ അട്ടിമറിയിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ LDF കൊണ്ടുവന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷാനവാസ് പാദൂറിന് കഴിഞ്ഞിട്ടുണ്ട്. BJP വോട്ടുകളിലേക്കും UDF വോട്ടുകളിലേക്കും സ്വതന്ത്രമായ നിഷ്പക്ഷമായ വോട്ടുകളിലേക്കും കടന്നു കയറി ചെന്നുകൊണ്ട് ആ വോട്ടുകൾ കരസ്ഥമാക്കാൻ ഷാനവാസ് പാദൂറിന് കഴിയുമെന്ന് തന്നെയാണ് കാസർഗോഡ് മണ്ഡലത്തിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയുന്നത്.